നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള 22-കാരിയായ നിയമ വിദ്യാർത്ഥിനിയായ പനോലിയെ വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിൽ അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച കൊൽക്കത്തയിലെ അലിപ്പൂർ കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മെയ് 14 പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ബോളിവുഡ് സെലിബ്രിറ്റികൾ മൗനം പാലിക്കുന്നുണ്ടെന്നാരോപിച്ചായിരുന്നു വിമർശനം ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നാലെ കൊൽക്കത്ത ആസ്ഥാനമായുള്ള റാഷിദി ഫൗണ്ടേഷൻ നടത്തുന്ന തീവ്ര മുസ്ലിം വ്യക്തി ഗുഡ്ഗാവിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെ ഹിന്ദു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തു. കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു തീവ്ര മുസ്ലിം വ്യക്തിയായ വസാഹത്ത് ഖാൻ ആണ് ക്രെഡിറ്റ് ഏറ്റെടുത്തത്. എന്നാൽ ഹിന്ദു ദൈവങ്ങളെ നിന്ദിക്കുകയും സനാതന ധർമ്മത്തെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വസാഹത്ത് ഖാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ പരാതി ഉണ്ടെങ്കിലും കൊൽക്കത്ത പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതോടെ ഷർമിഷ്ഠ പനോലിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി ഞായറാഴ്ച ഒരു രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഷർമിഷ്ഠ പനോലിയെ പിന്തുണച്ച് ഡച്ച് നേതാവ് ഗിയർട്ട് വൈൽഡേഴ്സ് രംഗത്തെത്തി. പ്രധാനമന്ത്രി മോദിയോട് അവരെ സഹായിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മനൻ കുമാർ മിശ്ര സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തിയ നിയമ വിദ്യാർത്ഥിനിയായ ഷർമിഷ്ഠ പനോലിയുടെ അറസ്റ്റിന് പിന്നാലെ പിന്തുണയുമായി രംഗത്തെത്തി. പനോലിയുടെ അറസ്റ്റിനെ മിശ്ര അപലപിച്ചു. ഇതിനെ നീതിയുടെ സമ്പൂർണ്ണ പരാജയം എന്ന് വിശേഷിപ്പിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ നഗ്നമായ ആക്രമണം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പനോലിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച ഭാരതീയ ജനതാ പാർട്ടി BJP പനോലിയുടെ അറസ്റ്റിനെ വിമർശിച്ചു. അവർ വീഡിയോ ഇതിനകം തന്നെ ഇല്ലാതാക്കിയിരുന്നതായും അറസ്റ്റിന് മുമ്പ് അതിന് പരസ്യമായും ക്ഷമാപണം നടത്തിയിരുന്നതായും പറഞ്ഞു. അവരുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വർഗീയ കലാപം ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല. എന്നിട്ടും കൊൽക്കത്ത പോലീസ് അസാധാരണമായ തിടുക്കത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനി ക്രമസമാധാനത്തെക്കുറിച്ചല്ല, ഇത് തെരഞ്ഞെടുത്ത നടപ്പാക്കലിനെ കുറിച്ചാണ് BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കുമോ എന്ന് മാളവ്യ ചോദിച്ചു. കാരണം നിരവധി തവണ ദാരുണമായ ജീവഹാനിയും സ്വത്തുനാശവും ഉൾപ്പെടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച നിരവധി വിഭജന പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുണ്ട്. അതേ അടിയന്തരാവസ്ഥയിൽ നിയമം അവർക്കെതിരെ പ്രയോഗിക്കുമോ? ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഇത് പശ്ചിമ ബംഗാളിലെ ഒരു കേസ് മാത്രമല്ല, ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ഒരു യുവ ഹിന്ദു സ്ത്രീയെ എങ്ങനെ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. നീതി രാഷ്ട്രീയമായി സൗകര്യപ്രദമാകരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ ഞായറാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മതപ്രീണനം, നുഴഞ്ഞുകയറ്റം, നിയമരാഹിത്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുർഷിദാബാദ് ആക്രമണ സമയത്ത് ആഭ്യന്തര മന്ത്രാലയം BSFനെ വിന്യസിക്കണമെന്ന് നിർബന്ധിച്ചു. പക്ഷേ അവർ BSFനെ വിളിച്ചില്ല. കാരണം അവർ ഹിന്ദുക്കളെ രക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് BSF എത്തി ഹിന്ദുക്കളെ രക്ഷിച്ചത്. ബംഗാൾ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ ഭാവി മാത്രമല്ല, മുഴുവൻ രാജ്യത്തിന്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അമിത് ഷാ പറഞ്ഞു. മമത പവിത്രമായ ബംഗാളിനെ അഴിമതിയിൽ മുക്കി. മമത ഹിന്ദു വിഭാഗത്തെ വേട്ടയാടുന്നു. നുഴഞ്ഞുകയറ്റത്തിനെതിരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും നാടാക്കി അവർ മാറ്റി. മമതാ ബാനർജി മുഖ്യമന്ത്രി ആയതിനു ശേഷം പശ്ചിമ ബംഗാളിൽ 100 കണക്കിന് BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ദീദി ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. 2026 BJP സർക്കാർ രൂപീകരിക്കും. BJP അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായവരെ എവിടെ ഒളിപ്പിച്ചാലും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ മമതാ ദീദി ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തു. ഈ രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും അവർ അപമാനിച്ചു. പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നമ്മുടെ പൗരന്മാരെ അവരുടെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് അവരുടെ മതം ചോദിച്ച ശേഷം കൊലപ്പെടുത്തി. തീവ്രവാദികളെ ശിക്ഷിക്കുന്നതിനാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. എന്നിരുന്നാലും തീവ്രവാദികളുടെ മരണത്തിൽ മമതാ ദീദിക്ക് വേദനയുണ്ട്, അദ്ദേഹം പറഞ്ഞു. ബംഗാൾ സന്ദർശന വേളയിൽ കലാപങ്ങളെയും അഴിമതികളെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി ബംഗാൾ സർക്കാരിനെതിരെ തുറന്ന ആക്രമണം അഴിച്ചുവിട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അമിത് ഷായുടെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.